ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നിടത്ത് ആണ് സൗഹൃദം ഉത്കൃഷ്ടമാകുന്നത്. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം വശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ ജീവിതത്തിന്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നാണോ അറിയാതെ പെട്ടെന്നൊരുനാൾ കയറിവന്ന ചിലർ അവസാനം വരേക്കും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യം എങ്കിലും തിരിച്ചു ചോദിക്കാൻ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. പക്വത എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള കഴിവാണ്. എപ്പോഴും തിരക്കുള്ളവർ സന്തോഷവാന്മാരായിരിക്കും. കാരണം അവർക്ക് മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാൻ സമയം ഇല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ വിഷയദാരിദ്ര്യം വന്നില്ലെങ്കിൽ, അതായത് ഇടമുറിയാതെ സംസാരിക്കുകയാണെങ്കിൽ, അവർക്കിടയിൽ ഇഷ്ടം ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പ്രശ്നങ്ങളിൽ പതറാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിവരും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും പ്രശംസ ലഭിക്കാനും വേണ്ടി അധികം ഒന്നും ചെയ്യില്ല. ഒരു പൂവിന്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ അത് ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിന്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്.
നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്ന് പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെയാകും. ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. പ്രണയത്തെപ്പോലെ സൗഹൃദത്തിലും വേണ്ടത് വിശ്വാസമാണ്. സൗഹൃദത്തിൽ വിശ്വാസമുണ്ടായാൽ അത് പ്രണയത്തിനും മേലെയുള്ള വികാരം. ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ കഴിവും ശക്തിയും പൂർണ്ണമായി വിനിയോഗിക്കാതെ പ്രായമാകുന്നത് പരാജയമാണ്. മിക്ക സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. ആത്മവിശ്വാസം ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾക്ക് പറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാരമായത് എല്ലാം ഉപേക്ഷിക്കുക. മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതം എല്ലാവരെയും അവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ തിരക്കിലാക്കുന്നു. ഒരു പുരുഷനുമായുള്ള ബന്ധം തുടരണോ വേണ്ടയോ എന്ന് 3-4 മിനിറ്റിലെ സംസാരം കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാൾ മികച്ച ഒരു പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുക. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കായിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് തടസ്സമില്ലാത്ത ഒരു പാത കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് മിക്കവാറും നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആണ്. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്ന അവൻ്റെ മുഖംമൂടിയാണ്. മൗനം അത് കലഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു. അത് നാളത്തെ നാശമാവരുത്. കൂടുതൽ വെളിച്ചം നിങ്ങളെ അസ്വസ്ഥനാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവരൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പക്ഷാതാപമായി മാറുന്നത്. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ചില സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാകുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്.
ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെയും നിയന്ത്രിക്കുക. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. തിരിച്ച് കിട്ടില്ല എന്നറിഞ്ഞിട്ടും നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്.